മാമ്പഴത്തിന്റെ ഈ വേദിയിൽ ഒരു യുഗ്മ കവിതയുമായി എത്തുന്നു ഗൗരി നന്ദന, ഹരിത എന്നിവർ. ഇരുവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗൗരി, മാമ്പഴത്തിന്റെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏത് കവിതയാണെന്ന് രണ്ടുപേരും ചൊല്ലാൻ പോകുന്നത്? ആശാന്റെ ദുരവസ്ഥ. ആശാന്റെ തന്നെ മറ്റൊരു കവിത ഇവിടെ രണ്ടുപേർ ചേർന്ന് ചൊല്ലിയിരുന്നു, കൃതികയും ശാംഭവിയും ചേർന്ന്. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ കവിത വളരെ നന്നായി ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാലമുട്ടേറെയായല്ലോ എനിക്കായി വേല ചെയ്യുന്നു നീ ഹന്തചാത്ത. ഹേമന്തകാലം കഴിഞ്ഞു കുളങ്ങളിൽ താമര പൂത്തു തുടങ്ങിയല്ലോ. മാപ്പിളമാരുടെ മുഷ്കുമിപ്പോൾ എത്ര കീഴ്പ്പാനില്ലല്ലോ എനിക്കു നാളെ. അങ്ങു നീ കണ്ടൊരു പൊയ്കയിൽ പോയൊന്നു മുങ്ങിക്കുളിപ്പാൻ വിരോധമുണ്ടോ? കൊള്ളക്കാർ മിക്കതും ചത്തു, ശേഷം ചിലരെല്ലാം ഇരുമ്പുകൾ താഴെ വച്ചു. പട്ടാളവും തോക്കുമൊക്കെ മലപ്പുറം വിട്ടു തുടങ്ങിപ്പോയെമ്പിരാട്ടി. അങ്ങനെയൊക്കെ ആയാലും തിരുമേനി അങ്ങു പോയിപ്പോൾ കുളിച്ചുകൂടാ. തേക്കൊട്ടയൊന്നു നിറച്ചു തന്നിൽ ചാത്തൻ തൂക്കി വരാം നാളെ അന്തിയായാൽ. വേലയടിയൻ തിരുമേനിക്കായി എത്ര കാലവും ചെയ്യുവാനൊരുക്കമല്ലോ. ഒട്ടുനാൾ കൂടി കഴിഞ്ഞാൽ മടങ്ങി അങ്ങിഷ്ടമുള്ളിടത്തും പോകാമല്ലോ. അറിയാതെ ചൊല്ലുകയാം ചാത്ത പിന്നെയും പിന്നെയും ഇമ്മൊഴി നീ. ഞാനിനി ഇത്തിക്കു വിട്ടുപോകുന്നില്ല, മാനസം മറ്റുന്നിൽ ചെല്ലുന്നില്ല. നീളെ നടക്കാനും കോഴിക്കോട്ടെ ധർമ്മപാളയം കൂകാനും ഇഷ്ടമില്ല. കൂലിപ്പണികൾ പഠിപ്പിക്ക നീ എന്നെ, ചാലക്കഴിവനിച്ചാളയില്ല. ഇങ്ങനെ ചൊല്ലിയാൽ ചാത്തൻ കുഴങ്ങിപ്പോം, മങ്ങിപ്പോം ബുദ്ധിയും സങ്കടത്താൽ. എങ്ങനെ കൽപ്പിച്ചാൽ കേൾക്കാതിരിക്കും, ഇതെങ്ങനെ താൻ കേൾക്കും കാര്യമോർത്താൽ. കുപ്പയിൽ പൊന്നിൻ പൊടി പോലെ എമ്പ്രാട്ടി തിപ്പുലച്ചാളയിൽ മേവിയാലും കണ്ടാലറിയും കുശുമ്പുള്ള മേലാളൻ ഇന്തലതു മൂലം വന്നു ചേരും. ദേഷ്യം പകർന്നു നടന്നു കൊള്ളാം ഞാൻ, ഭാഷ സൂക്ഷിച്ചു പറഞ്ഞു കൊള്ളാം. ചുറ്റു കറുത്ത മെയ്യേറെ കറുക്കുവാൻ മുറ്റും വെയിലിൽ പണിയെടുക്കാം. പച്ചിലപ്പാമ്പിനെ പച്ചച്ചിടിമേലും പുൽച്ചാട്ടനെ പുൽത്തകിടിമേലും മെച്ചമായി നിർമ്മിച്ച കൈയ്യന്റെ സൃഷ്ടിയും നിശ്ചയിച്ചിങ്ങനെ ചെയ്തതാവാം. മതിച്ചിടുക എന്നെ ചേരുമിയ ഇമ്മാളത്തിൽ താൻ കഴിഞ്ഞു പോരാൻ. നമ്മയും മട്ടിലിണക്കിയോരീശ്വരൻ നന്മ വരുത്തും നമുക്കു ചാത്ത.
കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന ഈ കവിത നിങ്ങൾ ഏതവസ്ഥയിൽ ചൊല്ലി എങ്ങനെയായി എന്ന് നമുക്ക് അറിയാം. ലീലാകൃഷ്ണൻ സർ. ഹരിതാമധു, ഗൗരീനന്ദന രണ്ടുപേരും കൂടി ഒരു ചരിത്ര കവിത ആലപിച്ചിരിക്കുകയാണ്. ഗംഭീരമായി. ഈ കവിതയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു കലാപസ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയ സാവിത്രി എന്ന അന്തർജനം ചാത്തപ്പുലയൻ്റെ കയ്യിൽ അകപ്പെടുന്നു. അല്ലെങ്കിൽ ചാത്തപ്പുലയൻ കൈ നീട്ടിയപ്പോൾ സാവിത്രി ആ കയ്യിൽ പിടിച്ചു, ചാത്തപ്പുലയൻ്റെ മാടത്തിലേക്ക് വന്നു. ഇത് ആ കാലത്ത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മണ്ണാപ്പേടിയും പുലപ്പേടിയും ഒക്കെ കേരളം ഭരിച്ചിരുന്ന കാലം. താഴ്ന്ന ജാതിക്കാരൻ്റെ നിഴൽ കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഉയർന്ന ജാതിക്കാരിയായ സ്ത്രീക്ക് ഭ്രഷ്ടുണ്ടായിരുന്ന കാലത്ത് നേരിട്ടുള്ള ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ ആശാന് പറ്റിയില്ലെങ്കിലും ഒരു ദുരവസ്ഥയിൽ സാവിത്രിയെ അകപ്പെടുത്തിയിട്ട് ആ ദുരവസ്ഥയിൽ ചാത്തപ്പുലയൻ കൈ നീട്ടിയപ്പോൾ ആ കൈ പിടിച്ചല്ലോ. ദുരവസ്ഥയിൽ നിങ്ങൾക്ക് കൈപിടിക്കാമെങ്കിൽ സദവസ്ഥയിലും പിടിച്ചുകൂടെ എന്നാണ് ആശാൻ ചോദിക്കാതെ ചോദിച്ച ചോദ്യം. അപ്പം ജാതി വ്യവസ്ഥയും ഈ വിഭാഗീയതയും ഇല്ലാതാക്കാൻ ഇങ്ങനെ ചില സങ്കല്പങ്ങൾ, ചില ഭാവനകൾ പ്രതിനിവൃത്തി പോലെ ചരിത്രത്തിൽ സാധിക്കും എന്ന് തെളിയിച്ച ഉജ്ജ്വലമായ ഒരു കാവ്യവും അതിലെ മനോഹരമായൊരു സന്ദർഭവുമാണ്. നമ്മളെ ഈ മട്ടിണക്കിയ ഈശ്വരൻ നമ്മെ രക്ഷിച്ചുകൊള്ളും എന്നൊരു സങ്കല്പം അവിടെ സാവിത്രി പറയുന്നുണ്ട്. രണ്ടുപേരും നന്നായി ചൊല്ലി. എങ്കിലും സാവിത്രിയെ അവതരിപ്പിച്ച ഹരിതാമധുവിനോട് കുറച്ചുകൂടി മമത എനിക്ക് കൂടുതലുണ്ട്. 46 മാർക്ക് ഹരിതാമധുവിനും 45 മാർക്ക് ഗൗരീനന്ദനക്കും തരാം. നന്ദി സർ. കുരിപ്പുഴ സർ. ഈ ജാതി തിരിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജാതീയമായ അടയാളങ്ങളെല്ലാം തിരിച്ചു വരികയാണ്. അപ്പോൾ ജാതിയെ നിരാകരിക്കുന്ന ഒരു കവിത, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തിരഞ്ഞെടുത്തതിനെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഇത് ഹിന്ദുമതം നടത്തിയ ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധ പ്രവർത്തനമാണ് വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ. മനുഷ്യന് വഴിയെ നടന്നുകൂടാ, മനുഷ്യർക്ക് നമ്മൾ സംസാരിച്ചുകൂടാ. അതിനെ ആശാൻ എതിർക്കുക. ആശാൻ എതിർത്തിട്ട് ആശാൻ നമ്മളോട് പറയുന്നത് ഈ സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന സാവിത്രി അന്തർജനം ഒരു മനുഷ്യ സ്ത്രീയാണ്. സവർണ ഹിന്ദു വിഭാഗത്തിൻ്റെ 4 ശ്രേണികളിലും പെടാത്ത പാവപ്പെട്ട പഞ്ചമെന്ന് അവഹേളിക്കപ്പെട്ട അന്നം ഉണ്ടാക്കുന്ന ആൾ, ചോറുണ്ടാക്കി തരുന്ന ആൾ ഒരു ചാത്തൻ പുലയനല്ല, ഒരു മനുഷ്യനാണ്, മനുഷ്യ പുരുഷനാണ് എന്ന് പറയാം. ഇവർക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് ആശാൻ നമ്മളോട് പറയാണ്. അതിന് പകരമായിട്ട് സാവിത്രി അന്തർജനം ചാത്തനോട് ചോദിക്കുന്നത് എന്നെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം എന്ന്. ചാത്തന് പകരമായിട്ട് സാവിത്രി അന്തർജനം അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും, സാക്ഷരനാക്കും. ഇത്ര ഉദാത്തമായിട്ടുള്ളൊരു കവിതയാണ്. അമിത സംഗീതത്തിൻ്റെ യാതൊരു അപകടങ്ങളും ഇല്ലാതെ വളരെ നേർത്ത എന്നാൽ അതീവ ശ്രദ്ധയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. എനിക്ക് കുറച്ച് കൂടുതൽ പ്രിയം തോന്നിയത് സാവിത്രിയായിട്ട് വന്ന ഹരിതയോടാണ്. 48 മാർക്ക്. തൊട്ട് താഴെ ഗൗരീനന്ദന, ചാത്തനായിട്ട് വന്ന ഗൗരീനന്ദനയ്ക്ക് 47. ദുരവസ്ഥ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഗൗരീനന്ദനയ്ക്ക് ലഭിച്ച മാർക്ക് 100-ൽ 92. ഹരിതയ്ക്ക് 100-ൽ 94 മാർക്കാണ് ലഭിച്ചത് അല്ലേ? സാവിത്രിയെ ആവിഷ്കരിച്ചതിന് 2 മാർക്ക് കൂടുതൽ ലഭിച്ചു. എന്തായാലും രണ്ടുപേരുടെയും ഇനിയുള്ള കാവ്യാലാപനങ്ങൾ വളരെ മികച്ചതാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ.